നമസ്തേ, ഞാൻ ഗീത ശിവൻ. ഇന്ന് 2025 ആയില്യം നക്ഷത്രക്കാരുടെ വർഷഫലമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഈ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വർഷം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം. ആയില്യം നക്ഷത്രക്കാർക്ക് നല്ല ദശാകാലങ്ങളുമുണ്ട്, മോശ ദശാകാലത്തിലുമൊക്കെ കഴിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. അതെല്ലാ നക്ഷത്രക്കാർക്കും അങ്ങനെ തന്നെയുണ്ട്. അപ്പം ആ പ്രായത്തിൽ മോശമായ കാലയളവ് കഴിഞ്ഞുകൂടുന്ന ആയില്യം നക്ഷത്രക്കാരൊക്കെയാണെന്ന് അവരുടെ പ്രായം അനുസരിച്ച് അതിനുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നല്ല കാലം അനുഭവിക്കുന്ന ആയില്യം നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തെ പൊതുഫലങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധയോടുകൂടി ഈ നക്ഷത്രഫലം കേട്ട്, ഞാൻ തുടക്കക്കാരി ആയതുകൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ കാണും, എല്ലാം നിങ്ങൾ ക്ഷമിക്കുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിന് വളരെ നന്ദിയുണ്ട്. തുടക്കം ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ കാണും, ഇനിയും ക്ഷമിക്കണം. ഞാൻ പറഞ്ഞോട്ടെ. ശ്രദ്ധയോടുകൂടി ഈ നക്ഷത്രം ഫലം പൂർണ്ണമായിട്ട് കേട്ട് അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്ത് നിങ്ങൾ വളരെയധികം മാറ്റങ്ങൾ വരുത്തണം. കാരണം ദോഷഫലങ്ങൾ ഏതായാലും അനുഭവിച്ച് തീർന്നേ പറ്റൂ. പക്ഷേ അത് എന്തുകൊണ്ട് എന്നുള്ള ആ അവസ്ഥ മനസ്സിലാക്കി അതിനുള്ള പരിഹാരം ചെയ്താൽ ആ ദോഷം നമുക്ക് ഗുണമായിട്ട് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ആയില്യം നക്ഷത്രക്കാരെന്ന് വെച്ചാൽ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരാണ്. ഇവരുടെ ദശാനാഥൻ ബുധനാണ്. ബുധൻ 17 വർഷം കിട്ടും. അതിൻ്റെ ജനനശിഷ്ടം അനുസരിച്ചാണ് ഈ ബുധൻ എത്ര പ്രായം വരെ കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 2025 പ്രധാന ഗ്രഹങ്ങളായ 4 ഗ്രഹങ്ങൾക്കാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ശനി, വ്യാഴം, രാഹുകേതുക്കൾ എന്നിവ. ഇത് കാരണം ഒരു രാശിയിൽ കൂടുതൽ നാൾ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളായതുകൊണ്ടാണ് ഇവരെ എടുത്തു പറയുന്നത്. മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം തന്നെ ഇത്രയും കാലം ദൈർഘ്യമേറിയ കാലം സഞ്ചരിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഫലങ്ങളാണ് ഞാൻ ഈ മറ്റുള്ള ഗ്രഹങ്ങളുടെ ഈ ഇപ്പോഴേ ഏത് രീതിയിലാണെന്ന് അതിൻ്റെ കൂടെയൊക്കെ ബേസിലാണ് നിങ്ങൾക്ക് ഫലങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇവരുടെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വളരെയധികം പെട്ടെന്ന് തന്നെ സന്തോഷിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ കോപിക്കുകയും ചെയ്യുന്നവരായിരിക്കും. അതുപോലെ നേതൃത്വ ഗുണമുള്ളവരായിരിക്കും, എന്തെങ്കിലും ആസക്തിയുള്ളവരായിരിക്കും. അതുപോലെ തന്നെ സ്വാർത്ഥ താല്പര്യം കൂടുതലുള്ളവരായിരിക്കും. എപ്പോഴും എളുപ്പം തന്നെ സന്തോഷിക്കുകയും ചെയ്യും, എളുപ്പം തന്നെ ദുഃഖിക്കുകയും ചെയ്യുന്നവരായിരിക്കും. എല്ലാവരോടും മാന്യതയോടുകൂടി പെരുമാറുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ഒരു ഇതെന്ന് വെച്ചാൽ ഇതുവരെയും മെയ് 14 വരെയും വ്യാഴം എന്ന് പറയുന്നത് ലാഭസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ചില ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അഷ്ടമത്തിലെ ശനി, കാരണം ഒരു 5 വർഷം കൊണ്ട് ഇവർക്ക് വളരെ ദുരിതങ്ങളാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 7ാം ഭാവത്തിൽ 7ര ശനി 2.5 വർഷം, അഷ്ടമ ശനി 2, അങ്ങനെ 5 വർഷം. അപ്പോൾ വളരെ ദുരിതമാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. എന്നാലും ഈ വ്യാഴത്തിൻ്റെ ചെറിയ ആനുകൂല്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ട്. എന്നാലും ഇപ്പോൾ ശനി മാർച്ച് മാസം 29 ശനി മാറുന്നത് ഭാഗ്യസ്ഥാനത്തേക്കാണ്. അത് വളരെ അനുകൂലമായ ഒരു കാലഘട്ടത്തിലേക്ക് ഇവരെ നയിക്കുന്നുണ്ട്. എന്നാൽ മെയ് മാസം 14 കഴിയുന്നതോടുകൂടി വ്യാഴം ഒരു വ്യയസ്ഥാനമായ 12ാം ഭാവത്തിലേക്ക് മാറുന്നു. അത് അധിക ചിലവ് ഉണ്ടാകാനുള്ളൊരു യോഗമൊക്കെ കാണുന്നുണ്ട്. ചിലവൊക്കെ വർദ്ധിക്കും. നല്ല കാര്യത്തിനൊക്കെ പൈസ ചിലവാക്കാനൊക്കെ ഉള്ളൊരു യോഗകാലമൊക്കെ ആണ്. കുറേ കാലം കൊണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരായതുകൊണ്ട്, ഈ രോഗാദി ദുരിതങ്ങളും കഷ്ടതകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരായതുകൊണ്ട് അതിൽ നിന്നൊക്കെ അല്പം ശാന്തത ലഭിക്കാനും ഒക്കെ ഉള്ളൊരു കാലഘട്ടമാണ്. എന്നിരുന്നാലും മെയ് 18 രാഹു അഷ്ടമത്തിലേക്ക് വരുന്നുണ്ട്. അത് ത്വക്ക് രോഗങ്ങൾ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാകുന്നുണ്ട്. ഈ എപ്പോഴാണേലും ദുരിതത്തിൽ നിന്ന്, എന്നിരുന്നാലും ദുരിതഭാവത്തിൽ നിന്ന് ഒരുപാട് മോചനം നേടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് 2025. മെയ് മാസം 14 കഴിയുന്നതോടുകൂടി ചിലവ് വർദ്ധിക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞുവല്ലോ. ചിലവൊക്കെ കൂടുതൽ ചിലവൊക്കെ ശ്രദ്ധയോടുകൂടി ധനമൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും.
യാത്രാക്ലേശം ഉണ്ടാകാനും ബന്ധുക്കളുമായി അകന്ന് ജീവിക്കാനൊക്കെയുള്ളൊരു യോഗം കാണുന്നുണ്ട്. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാനും പുതിയ കുഞ്ഞുങ്ങൾക്ക് ജന്മം, നല്ല കുഞ്ഞുങ്ങളൊക്കെ, നല്ല സന്താനങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെയുള്ളൊരു യോഗവും രാഷ്ട്രീയ രംഗത്ത് ഉള്ളവർക്ക് ചുമതലകൾ വർദ്ധിക്കാനും ചിലവ് വർദ്ധിക്കാനും ഒക്കെയുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ശരീരത്തിൻ്റെ മാറ്റം കൊണ്ട് അലച്ചിലുകൾ ഒക്കെ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സമയം കൂടിയാണ്. സ്വന്തം കഴിവുകൾ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം തന്നെ നല്ല ഫലങ്ങൾ കിട്ടാനുള്ളൊരു യോഗമുണ്ട്. പൊതുവെ പറഞ്ഞാൽ നാഗപ്രീതി വരുത്തുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് ശുക്രദശാകാലം, അതുപോലെ ചന്ദ്രദശാകാലം, രാഹുർദശാകാലം, ഇങ്ങനെയൊക്കെയുള്ള ദശാകാലങ്ങളിലൊക്കെ തന്നെ അത് ഗ്രഹപ്പഴ ശാന്തി വരുത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ആയില്യ നക്ഷത്രക്കാരുടെ ദശാനാഥൻ ബുധനാണ്. ബുധദശ 17 വർഷമാണുള്ളത്. ജനനശിഷ്ടത്തിൻ്റെ ആസ്പദമാക്കി വേണം ബുധദശാകാലം നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. എന്നാൽ ഏകദേശം ഒരു 9-10 വയസ്സ് വരെയുള്ള ജനിക്കുന്ന കുട്ടികളുടെ അങ്ങനെ കണക്കാക്കിയാണ് ഞാനിവിടെ ഫലം പറയുന്നത്. ബുധദശ നല്ല ഒരു ദശാകാലമാണ്. ഗുണദോഷ സമ്മിശ്രമാണ്. വിദ്യയ്ക്കൊക്കെ നല്ലതാണ്. വിദ്യാഭ്യാസം നല്ല ഗുണങ്ങളോട് കൂടിയുള്ള എല്ലാ അവസ്ഥകളും ഉണ്ടാകാനൊക്കെയുള്ളൊരു യോഗമൊക്കെയുള്ള കുട്ടികളായിരിക്കും. നല്ല ബുദ്ധിയുള്ള കുട്ടികളായിരിക്കും. അങ്ങനെയൊക്കെയുള്ള നല്ല വിദ്വാൻമാരായിട്ടുള്ള കുട്ടികൾ, നല്ല സാമർഥ്യമുള്ള കുട്ടികളൊക്കെ ആയിട്ട് പഠിത്തത്തിലൊക്കെ ഉയർന്ന തലത്തിലൊക്കെ എത്തുന്ന അവസ്ഥയിലൊക്കെ ഉള്ളവരായിരിക്കും ഈ ബുധദശയിൽ. ഈ 9-10 വയസ്സ് വരെയൊക്കെ നല്ല രീതിയിൽ ഇവർക്ക് വിദ്യാഗുണങ്ങളും എല്ലാവരുടെ അംഗീകാരവും സ്നേഹവും ഒക്കെ കിട്ടുന്ന ഒരു കാലയളവായിരിക്കും. അതിനുശേഷം അതിപ്പോൾ 2025 മെയ് മാസം ഇവർക്ക് 14 വരെ നല്ല ഒരു കാലമാണ്. വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കുട്ടികളൊക്കെ ആയതുകൊണ്ട് അവർ വിദ്യയുടെ കൊണ്ടും വീട്ടിലെ മാതാപിതാക്കളുടെ ഒരു സംരക്ഷണമൊക്കെ ആയതുകൊണ്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട്. 15 വയസ്സ് മുതലുള്ള കുട്ടികളുടെ 15 വയസ്സ് കഴിഞ്ഞ ഒരു 7 വർഷത്തേക്ക് അല്ലെങ്കിൽ 15 വയസ്സ് വരെ 10 കാരണം ഞാൻ ജനനശിഷ്ടത്തിൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് അനുഭവിക്കുന്ന അവസ്ഥ മുതൽ ചെറുപ്രായം ഒരു 15 വയസ്സ് വരെ കണക്കൂട്ടാൻ ഞാൻ വയസ്സ് വരെ കേതുദശാകാലമാണ്. വളരെ ദുരിതമാണ്. ഈ സമയത്തൊക്കെ നിങ്ങൾ ഈ കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. അതും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം മയക്കുമരുന്നും കൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ വളരെ ദുരിതഭാവത്തിലേക്ക് പോകുന്ന കാലഘട്ടം ആയതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. ഒരു 7 വർഷക്കാലം കേതുദശാകാലമാണ്. എല്ലാ രീതിയിലുമുള്ള ദുരിതങ്ങൾ ഈ കുട്ടികൾ അനുഭവിക്കും. മാനസിക ഡിപ്രഷനും കലഹം, അതുപോലെ തന്നെ എല്ലാ തരത്തിലുമുള്ള ദുരിതങ്ങൾ, ഗുരുജനങ്ങളിൽ നിന്നുള്ള കുറ്റം പറച്ചിലുകളും മാതാപിതാക്കളും ബന്ധുജനങ്ങളും ഒക്കെ ഈ കുഞ്ഞുങ്ങളെ കുറ്റം പറയാം. ഈ സമയത്ത് അതൊക്കെ ഇവരെ മനസ്സിലാക്കിയിട്ട് അവരെ സ്നേഹത്തോടു കൂടി എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി നമ്മളുടെ കൂടെ നിർത്തേണ്ട കാലഘട്ടമാണ്. കാരണം കുഞ്ഞുങ്ങളാണ് അവർ ജീവിതത്തിലേക്ക് വരുന്ന കാലഘട്ടമാണ്. അവർക്ക് ഇതിനൊക്കെ സമൂഹത്തിനെ കുറിച്ചൊന്നും ഒന്നും അറിയത്തില്ലല്ലോ. കാരണം ഇപ്പോഴത്തെ ഉള്ള കാലയളവെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദുരിതങ്ങൾ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതം. അപ്പോൾ ഈ ഒരു ദശാപകാര കാലം വളരെ ക്ലേശകരമാണ്. ഭയമുണ്ടാകും, ചിത്തഭ്രംശം, അങ്ങനെയൊക്കെയുള്ള ചീത്ത കൂട്ടുകെട്ടുകളെ, സർക്കാർ കള്ളന്മാരെ, ആയുധങ്ങൾ, അഗ്നി, ഇവയിൽ നിന്നൊക്കെ ഭയക്കാനുള്ള യോഗം, അതുപോലെ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടാനുള്ള യോഗം, ഇതെല്ലാം കൂടെ കൂടിയാകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ വളരെയധികം ദേഷ്യപ്പെടുകയും വീട് വിട്ട് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാലമാകും. അതുകൊണ്ട് അവരുടെ ഇപ്പോഴത്തെ സമയം വളരെ മോശമാണെന്ന് നിങ്ങൾ കരുതി അവർക്ക് ഗ്രഹപ്പഴ ശാന്തി വരുത്തുകയും അവരെ കൂടുതൽ സ്നേഹിക്കുകയും അവരുടെ തെറ്റുകുറ്റങ്ങൾ സ്നേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളോടൊപ്പം നിർത്തി ഈ ദശാപകാര കാലത്തിൽ നിന്ന് അവരെ മോചിതരാക്കാനുള്ള ചുമതല മാതാപിതാക്കളായ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ്. നിങ്ങളത് ശ്രദ്ധിക്കണം, നിങ്ങളത് ചെയ്യേണ്ടതാണ്. നമ്മുടെ ധർമ്മമാണത് ചെയ്യണം, ശ്രദ്ധിക്കണം. നമുക്ക് ചിലപ്പോൾ മോശം
ദശാപകാര കാരണത്തിലൂടെയൊക്കെ കടന്നു പോകുന്നവരായിരിക്കും. നമുക്ക് ഒരുപാട് ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കുന്നവരായിരിക്കും. എന്നിരുന്നാലും നമ്മൾ നമ്മുടെ കുട്ടികളെ ഈ കാലയളവിൽ നമ്മുടെ ദുഃഖങ്ങൾ പോലും മറന്നവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലയളവാണ്. ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെയുള്ള ചീത്ത കൂട്ടുകെട്ടുകളെ, സർക്കാർ കള്ളന്മാരെ, ആയുധങ്ങൾ, അഗ്നി, ഇവയിൽ നിന്നൊക്കെ ഭയക്കാനുള്ള യോഗം, അതുപോലെ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടാനുള്ള യോഗം, ഇതെല്ലാം കൂടെ കൂടിയാകുമ്പോൾ കുഞ്ഞുങ്ങൾ വളരെയധികം ദേഷ്യപ്പെടുകയും വീട് വിട്ട് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാലമാകും. അതുകൊണ്ട് അവരുടെ ഇപ്പോഴത്തെ സമയം വളരെ മോശമാണെന്ന് നിങ്ങൾ കരുതി അവർക്ക് ഗ്രഹപ്പഴ ശാന്തി വരുത്തുകയും അവരെ കൂടുതൽ സ്നേഹിക്കുകയും അവരുടെ തെറ്റുകുറ്റങ്ങൾ സ്നേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളോടൊപ്പം നിർത്തി ഈ ദശാപകാര കാലത്തിൽ നിന്ന് അവരെ മോചിതരാക്കാനുള്ള ചുമതല മാതാപിതാക്കളായ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ്. നിങ്ങളത് ശ്രദ്ധിക്കണം. നിങ്ങളത് ചെയ്യേണ്ടതാണ്. നമ്മുടെ ധർമ്മമാണത് ചെയ്യണം. അതുപോലെ 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ഒരു ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ശുക്രദശാകാലമാണ്. ഒരു 20 വർഷക്കാലമാണ്. അതിലെ നക്ഷത്രക്കാർക്ക് പൊതുവെ ശുക്രദശ എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. കാരണം കൂടുതൽ സുഖിക്കും അവർ. വളരെയധികം സുഖ അനുഭവങ്ങളിലേക്ക് ചെല്ലും. വളരെ വഷളായ കൂട്ടുകെട്ട്, അതുപോലെ തന്നെ മോശമായ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെടാനൊക്കെ ഉള്ളൊരു യോഗം. അത് പെൺകുട്ടികളാണെങ്കിൽ പോലും ഇപ്പോഴും അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ് കാണുന്നത്. അതുകൊണ്ട് അയില നക്ഷത്രക്കാരിൽ പെട്ട കുട്ടികളെ ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് എല്ലാ തരത്തിലുള്ള സുഖഭോഗങ്ങൾ, നല്ല ജോലി, വിദ്യാഭ്യാസം, സ്ഥാനമാനങ്ങൾ, വിവാഹം, സർവ്വസമ്പൽ സമൃദ്ധി, എല്ലാ തരത്തിലുമുള്ള നല്ല വാഹനങ്ങളെ, ആഭരണങ്ങളെ ഇതൊക്കെ ലഭിക്കാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ശുക്രദശാകാലം. 2025. കാരണം അഷ്ടമശനി, കണ്ടകശനിയൊക്കെ അനുഭവിക്കുന്നതാണ്. ഇതൊക്കെ ജാതകത്തിൽ നല്ല സ്ഥിതി അല്ലെങ്കിൽ ആണെങ്കിൽ കുറേയൊക്കെ ദോഷഫലങ്ങളിൽ നിന്ന് മാറ്റം വരും. എന്നാൽ ജാതകത്തിലെ ഈ ശനിയുടെ സ്ഥിതി മോശമാണെങ്കിൽ വളരെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നിരുന്നാലും ഈ കാലഘട്ടങ്ങളിൽ നല്ല സ്ഥിതിയാണെങ്കിൽ പോലും ചില ദുരിതങ്ങൾ അനുഭവിച്ചേ പറ്റൂ. അപ്പം ഈ ആയില നക്ഷത്രത്തിൽ ഈ പ്രായത്തിൽ കടന്നു പോകുന്ന വ്യക്തികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരതിനെക്കുറിച്ച് പറഞ്ഞു തരും. ഉറപ്പായിട്ടും നേരത്തെ അനുഭവിച്ചിട്ടുള്ള ആയില നക്ഷത്രക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരും. അതുപോലെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇത് ബോധ്യമാകും. കാരണം ഇങ്ങനെയാണ് ഈ കാലഘട്ടങ്ങളിൽ പോകുന്നത്. അതായത് ശനി ഇപ്പം ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു, ഇവർക്ക് നല്ല ഗുണങ്ങൾ തരുന്നു. അതുപോലെ തന്നെ വ്യാഴം മെയ് 14 വ്യയസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് അധിക ചിലവുണ്ടാകാനും ഒക്കെ ഉള്ളൊരു കാലഘട്ടം കൂടിയാണ്. എന്നിരുന്നാലും ജോലി, വിവാഹം, അതുപോലെ തന്നെ നല്ല സൽസന്താന ഭാഗ്യം, ഇതൊക്കെ ഈ വർഷം അവർക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ് ഈ വർഷം. 35 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഇവർക്ക് ആദ്യത്തെ ദശാകാലമാണ്. ആദ്യത്തെ ദശ 6 വർഷമാണ്. ജോലി കാര്യങ്ങളൊക്കെ കിട്ടും എന്നുണ്ടെങ്കിലും വളരെ അലച്ചിലോടുകൂടിയുള്ള ഒരു ദുരിതപൂർണമായ കാലയളവായിരിക്കും ആദ്യത്തെ ദശാകാലം. അതുപോലെ ആദ്യത്തെ ദശയിൽ കലഹം, അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന സർക്കാർ യുദ്ധം, കുടുംബാംഗങ്ങളിൽ നിന്ന് പ്രതികൂലമായിട്ടുണ്ടാകുന്ന അനുഭവങ്ങൾ, സ്വജനവിരോധം, രോഗം, പരിഭ്രമം, അടക്കാൻ പറ്റാത്ത കോപം, ധനത്തിനും ധാന്യത്തിനും നാശം, എല്ലാ വിഷയത്തിനും തടസ്സം, എല്ലാം കൂടി ആകുമ്പോൾ വീട് വിട്ട് പോകണമെന്നുള്ള ഒരു തോന്നലുണ്ടാകാനുള്ള ഒരവസ്ഥ, രോഗാദി ദുരിതം, അതുപോലെ തലവേദന, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് ഈ ആദ്യത്തെ ദശാകാലം. എല്ലാ കാര്യത്തിനും തടസ്സം ഉണ്ടായിരിക്കും. എന്നിരുന്നാലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും വളരെ അലച്ചിലോട് കൂടിയുള്ളൊരു അവസ്ഥയായിരിക്കും. മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലയളവാണ് 35 വയസ്സ് മുതൽ 41 വയസ്സുള്ള ഇവരുടെ അവസ്ഥ. അതിനോട് ഈ 5 വർഷക്കാലം കൊണ്ട് ശനിയുടെ ഒരു ദോഷവും കൊണ്ടുണ്ട്. ശനി ദോഷമെന്ന് വെച്ചാൽ നിസ്സാരമൊന്നുമല്ല. കാരണം 7ാം ഭാവത്തിൽ കണ്ടകശനി 2.5 വർഷം അനുഭവിച്ചു കഴിഞ്ഞ് ദാമ്പത്യപരമായിട്ടുള്ള ദുരിതങ്ങളും വിഷമതകളും ഒക്കെ ഇവർ അനുഭവിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അഷ്ടമശനിയായി രോഗാദി ദുരിതങ്ങളും കഷ്ടതകളും എന്ന് വേണ്ട എല്ലാ തരത്തിലുമുള്ള വിഷമതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് ഇപ്പോൾ
5 വർഷക്കാലം അത് ശനി പിന്നെ യോഗകാരകനാന്നേലും സ്വക്ഷേത്രവാനാന്നേലോ അത് ലഗ്നാധിപനാണോ അങ്ങനെയൊക്കെ നല്ല സ്ഥാനത്തുണ്ടെങ്കിൽ പോലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ നല്ല രീതിയിലുള്ള മാനസിക വിഷമതകളും നല്ല ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെന്ന് ഈ 35 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള വ്യക്തികളോട് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാകും. അവർ പറഞ്ഞു തരും. ഉറപ്പാണ് ആ കാര്യത്തിന് അതിന് യാതൊരു മാറ്റവുമില്ല. അപ്പം പിന്നെ ഇപ്പോൾ വർഷഫലം ഇവർക്ക് അനുകൂലമാകുമോ? കാരണം ഇത്രയും ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അല്പം ശാന്തി വന്നാലും അതൊരു വലിയൊരു ശാന്തതയായിട്ട് അവരുടെ മനസ്സ് അങ്ങോട്ട് അംഗീകരിക്കത്തില്ല. അതാണ് അതിന് കാരണം. അത് മെയ് മാസം 14 വരെ ഇവർക്ക് വ്യാഴത്തിൻ്റെ ആനുകൂല്യമുണ്ട്. എന്നാൽ 14-ാം തീയതി കഴിയുന്നതോടുകൂടി എന്ത് പറ്റുന്നുണ്ട്? അധിക ചിലവുകൾ ഉണ്ടാകാനുള്ള ഒരു യോഗമുണ്ട്. എന്നാൽ അതിനെക്കാട്ടും ഒരു വലിയൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് മാസം 29 കഴിയുന്നതോടുകൂടി ശനി അഷ്ടമത്തിൽ നിന്ന് ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഫലം കിട്ടും. എന്നിരുന്നാലും തുടക്കക്കാർ 35 വയസ്സിലെ ആദ്യത്തിൻ്റെ ദശകാലം ആരംഭിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇതൊന്നും അത്ര എഫക്റ്റ് ചെയ്യത്തില്ല. എന്നാലും അത് തീരാറൊക്കെ ആയവർക്കൊക്കെ കുറേയൊക്കെ നല്ല ഫലങ്ങളൊക്കെ കിട്ടും. എന്നിരുന്നാലും ഈ സമയത്ത് നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഗ്രഹപ്പിഴ ശാന്തി വരുത്തുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ദശകാലം വളരെ അധികം വിഷമതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് 35 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള ആയില്യ നക്ഷത്രക്കാർ. ഈ 41 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഇവിടെ പറയുന്നത്. ഈ 41 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ളവർക്ക് നല്ല ഫലമാണുള്ളത്. ആദ്യത്തെ ദശയിലൊക്കെ കിടന്ന് അനുഭവിച്ച് വളരെ ദുരിതമൊക്കെ അനുഭവിച്ച് ഒക്കെ ഇങ്ങോട്ട് വന്ന വ്യക്തികളാണ്. ഇപ്പം ഒരു നല്ല സമയം വന്നിരിക്കുകയാണ്. 10 വർഷം ചന്ദ്രദശാകാലമാണ്. പക്ഷപട ബലമുള്ള ചന്ദ്രനോടാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അതുപോലെ ഗജകേശ്വരി യോഗമൊക്കെ ഉള്ളൊരു ചന്ദ്രനാണെങ്കിലും വളരെ അനുകൂല അനുഭവങ്ങൾ ഇവർക്ക് കിട്ടും. വളരെ നല്ല കാലമാണ്. സർവ്വസമ്പൽ സമൃദ്ധി, ഭാഗ്യം, സൽസന്താന ഭാഗ്യം, അതുപോലെ വിവാഹം, സുഖകരമായ ജീവിതം, വസ്ത്രം, ആഭരണങ്ങൾ, വാഹനം എന്ന് വേണ്ട എല്ലാ തരത്തിലും നല്ല ജോലി, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ നല്ല ഫലങ്ങളും കിട്ടാനുള്ള ഒരു യോഗ സമയം കൂടിയാണ് ഈ ചന്ദ്രദശാകാലം 10 വർഷം. എന്നിരുന്നാലും ഇവർക്കിപ്പം മെയ് മാസം 14 അധിക ചിലവൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു യോഗമുണ്ട്. അത് ശ്രദ്ധിക്കണം. ചിലവൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മാർച്ച് മാസം 29 കഴിയുന്നതോടെ ഭാഗ്യസ്ഥാനത്ത് ശനി വരുന്നുണ്ട്. അതും ഗുണപ്രദമാണ്. മെയ് മാസം 18 അല്പ രോഗങ്ങൾ, ത്വക്ക് രോഗമൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു യോഗമുണ്ട്. സർപ്പപ്രീതിയൊക്കെ വരുന്നത് വളരെ ഉത്തമമാണ്. ഈ 51 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ള ആയില്യ നക്ഷത്രക്കാരെ കുറിച്ചൊന്ന് നോക്കാം. ഇവർക്ക് വളരെ ദുരിതമായ ഒരു കാലയളവാണിത്. കാരണം ചൊവ്വാദശാകാലമാണ്. ഇത് 7 വർഷമാണ് ഈ ചൊവ്വയുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ 7ാം ഭാവത്തിലെ കണ്ടകശനി, അഷ്ടമശനി. ഇപ്പം ഭ്രാന്ത് പിടിക്കേണ്ട പറയേണ്ട കാര്യമൊന്നുമില്ല. വളരെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയായിരിക്കും ഇവർക്കുണ്ടാകുന്നത്. കാരണം ഒരിക്കലും ഇവർക്ക് ഒരു മനസ്സമാധാനം എന്താണെന്ന് ഇവർ അറിഞ്ഞു കാണത്തേയില്ല. ക്ഷിപ്രകോപികളായിട്ട് മാറും. കാരണം ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ദാമ്പത്യ കലഹം, വിരഹം, അല്ല അഗ്നി, ഇലക്ട്രിസിറ്റി, സർക്കാർ യുദ്ധം, വ്യവഹാരങ്ങൾ പരാജയം, കളവ്, വഞ്ചിതരാകുക, രക്തപിത്ത ദുഷിച്ച രോഗങ്ങളുണ്ടാകുക, അതുപോലെ തന്നെ ദുർനടപ്പുകാരുമായിട്ടുള്ള സഹകരണം മൊത്തം ദുർവാസനകൾ ഉണ്ടാകാനുള്ള ഒരവസ്ഥ, ഇവർ തന്നെ ചെയ്യാത്ത കാര്യത്തിന് ദോഷം കേൾക്കാനുള്ളൊരു അത് മോശമായി മറ്റുള്ളവർ ചിത്രീകരിക്കുന്നൊരു കാലയളവായി മാറുക, ഗുരുജനങ്ങളും ബന്ധുക്കളും എല്ലാം കുടുംബാംഗങ്ങളും എല്ലാം വെറുക്കുന്ന ഒരു കാലഘട്ടമാകുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു ദുരിതം ഒക്കെ അനുഭവിക്കുമ്പോൾ ദേശം വിട്ടു വരെ പോകണമെന്നുള്ള ഒരു ചിന്താഗതിയുണ്ട ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ 51 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ളവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവർക്ക് അഷ്ടമശനി മാറുകയാണ്. ശനി 8-ൽ നിന്ന് ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത് അതൊരു ഒരു ഗുണപ്രദമായ ഒരു കാലമാണ്. വ്യാഴം അനുകൂലമായതുകൊണ്ട് അല്പം ധനമൊക്കെ വന്നു കയറാനൊക്കെ യോഗമുണ്ട്. പക്ഷേ അതൊക്കെ അല്പം ധനം വന്നാൽ ഇവരുടെ ഈ ദുരിതമായ ഒരു അവസ്ഥയിൽ ഈ ധനം വരുന്നൊന്നും അത്ര അവർക്ക് എഫക്റ്റ് ചെയ്യാറില്ല. എന്നാൽ ഈ
മെയ് 14 വ്യാഴം 12ലേക്ക് മാറുന്നത് കൊണ്ട് അധിക ചിലവുണ്ടാകാനൊക്കെ ഉള്ളൊരു യോഗമൊക്കെ കാണുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. അതുപോലെ ബന്ധുജനങ്ങളെ അതുപോലെ കൂട്ടുകാരെയൊക്കെ പിരിഞ്ഞ് ഇച്ചിരി അകന്ന് മാറി നിൽക്കാനൊക്കെ ഉള്ളൊരു യോഗമൊക്കെ കാണുന്നുണ്ട്. രോഗാദി ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്കൊക്കെ അല്പം ശാന്തി ലഭിക്കാനൊക്കെ ഉള്ളൊരു യോഗം കാണുന്നുണ്ട്. എന്നിരുന്നാലും അഷ്ടമത്തിലേക്ക് രാഹു 18-ാം തീയതി വരികയാണ്. മെയ് 18 വരിക. ത്വക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാകും. സർപ്പപ്രീതി വരുത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഈ 58 വയസ്സ് മുതലേ 76 വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഞാൻ പറയുന്നത്. ഇവർക്കും അത്ര നല്ല കാലമൊന്നുമല്ല. ഇവർക്ക് രാഹുർദശാകാലമാണ്. 18 വർഷമാണുള്ളത്. ഈ 18 വർഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹു അനുകൂല സ്ഥിതിയാണെങ്കിൽ കുറേ നല്ല ഗുണങ്ങളൊക്കെ കൊടുക്കും. പിന്നെ വസ്തു കൊടുക്കും, വീട് കൊടുക്കും, നല്ല ജോലി കൊടുക്കും, അതുപോലെ ലോട്ടറി ഭാഗ്യം, ഊഹക്കച്ചവടത്തിലൊക്കെ വിജയം, ഔഷധ പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ വിജയം, അങ്ങനെയൊക്കെ നല്ല ഫലങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അനുകൂല സ്ഥിതിയാണെങ്കിൽ. എന്നാൽ ഈ രാഹു മോശസ്ഥിതിയാണെങ്കിൽ ഈ അനുകൂല സ്ഥിതി ഉള്ളവർക്കും ദുരിതങ്ങൾ ഇടയ്ക്കുണ്ടേ. അനുകൂല സ്ഥിതി ഉള്ളവർക്ക് ഇതൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ടെങ്കിലും മാനസികമായിട്ട് എപ്പോഴും അവർക്ക് വിഷമതകൾ കൊടുത്തുകൊണ്ടേയിരിക്കും ഏതെങ്കിലും തരത്തിലൊക്കെ. കാരണം ലോണൊക്കെ എടുത്തായിരിക്കും ഇവരൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ മോശസ്ഥിതിയാണെങ്കിൽ കടക്കണി കുടുങ്ങാനും ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകാനും രോഗാദി ദുരിതങ്ങളും ഉണ്ടാകുന്ന ആ രോഗങ്ങൾ ചിലപ്പോൾ മരണത്തിൽ വരെ കലാശിക്കാനും ഓപ്പറേഷന് അതുപോലെ ശത്രുദോഷങ്ങൾ എന്ന് വേണ്ട വളരെ ദുരിതമായുള്ള കാലഘട്ടമായിരിക്കും രാഹു മോശമായ സ്ഥിതിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്കുള്ള ഫലങ്ങൾ. അപ്പം ഈ രാഹു എന്ന് പറയുന്നത് 18 വർഷമാണ്. ഈ രാഹുർദശാകാലം വളരെ ദുരിതപൂർണമായിട്ടുള്ള കാലം അനുഭവിക്കുന്നവരുമുണ്ട്. എന്നാൽ രാഹുർദശയിൽ നല്ല ഫലങ്ങൾ അനുഭവിക്കുന്നവരുമുണ്ട്. അത് രാഹുവിൻ്റെ അവനവൻ്റെ ജാതകത്തിലെ സ്ഥിതി അനുസരിച്ചായിരിക്കും. എന്നിരുന്നാലും രാഹു ഒരു ധൂമകേതുവിൽപ്പെട്ട ഒരു ഗ്രഹമായത് കാരണം ഇത് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. നല്ല ഫലം അനുഭവിക്കുന്നവർക്കാണെങ്കിലും ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരും. ദോഷഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് രാഹുർദശ കാലഘട്ടം. അത് ഈ വർഷക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹു ഇനിയിപ്പോൾ മെയ് 18 അഷ്ടമത്തിൽ വരുന്നത് കാരണം രോഗാദി ദുരിതങ്ങൾ കൂടുതൽ വഷളാകാനുള്ളൊരു അവസരം ഉണ്ടാകും. അതുപോലെ കടക്കണി കുടുങ്ങാനും എല്ലാം നഷ്ടപ്പെടാനുമുള്ളൊരു ഗ്രഹണത്തിൽ ബാധിക്കുന്നൊരു കാലഘട്ടം കൂടിയായിരിക്കും. മുക്കാൽ ആൾക്കാർക്കും അതുപോലെ അപകടങ്ങളുണ്ടാകുക, അതുപോലെ രോഗം ദുരിതപൂർണമായിട്ടത് മരണത്തിൽ വരെ കലാശിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥയിലൊക്കെ വരുന്നൊരു കാലഘട്ടം കൂടി ഉണ്ടാകുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. സർപ്പപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക. രാഹു അതുപോലെ തന്നെ ഗ്രഹപ്പഴ ശാന്തി വരുത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അതുപോലെ ഈ രാഹുർദശ കാലത്ത് നടക്കുന്ന അപകടം, രാഹുവിൻ്റെ അപകാര കാലങ്ങളിലൊക്കെ അപകടങ്ങളുണ്ടാകാം. ഇങ്ങനെ അപകടങ്ങളുണ്ടാകുന്ന വ്യക്തികൾക്ക് കാലിന് തകരാറ് പറ്റും, ഒരു കാലിന് വേദനയും കാര്യങ്ങളൊക്കെ ഈ രാഹുർദശ കാലത്ത് ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മെയിനായിട്ട് ഉണ്ടാകാനൊക്കെ ഉള്ളൊരു യോഗമുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാലിനൊക്കെ വേദനയൊക്കെ സംഭവിക്കുന്നവരൊക്കെ ഉണ്ടാകും. അത് ഈ രാഹുർദശ കാലം കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ ഇത് മാറാത്ത വ്യക്തികളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 76 വയസ്സ് മുതൽ 92 വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് പറയുന്നത്. ഈ 76 വയസ്സ് മുതൽ 92 വയസ്സ് വരെ എന്ന് വെച്ചാൽ 76 വയസ്സായപ്പോൾ തന്നെ അവർ വളരെയധികം ദുരിതങ്ങൾ അനുഭവപ്പെട്ട് വിഷമതകളൊക്കെ അനുഭവപ്പെട്ട് അത് ഗ്രഹണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരുന്നവരാണ്. പിന്നെ വയസ്സ് പ്രായമൊക്കെ ചെന്ന ഒരു കാലയളവാകുമ്പോൾ മുത്തശ്ശനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മുത്തശ്ശിയൊക്കെ ആയിട്ട് കൊച്ചുമക്കളുടെ സ്നേഹവും പിന്നെ മക്കളുടെ സ്നേഹവും സന്താനവും സമാധാനം സമ്പദ് സമൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങളെ കൊണ്ട് അവർക്ക് പിന്നെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കും എല്ലാം തന്നെ വളരെ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. കാരണം വ്യാഴദശ കാലമാണ്, 16 വർഷമാണ്. സാധാരണപ്പെട്ട അത്രയും കാലം വരെയൊന്നും കാണാൻ ഉള്ളൂ. കാരണം അത്ര ദുരിതങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ ഇവരനുഭവിക്കുന്നത്. കാരണം ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ സമ്പന്നതയിലൊക്കെ പോകുന്നവരൊക്കെ ആയിരിക്കും. പക്ഷേ ഗ്രഹപ്പഴ ദോഷങ്ങൾ വരുമ്പോൾ ഇവർക്ക് വളരെ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥകളൊക്കെയാണ് കാണാറുള്ളത്. എന്നാൽ ഈ 76 വയസ്സ് മുതൽ 92 വയസ്സ് വരെയുള്ളവർക്ക് വളരെ നല്ല കാലമാണ്.